ഹായ്, ലാലിസ് ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് സേമിയയും കൊണ്ട് ഒരു ഉപ്പുമാവായിട്ടാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഉപ്പുമാവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, നല്ല വെതറി കിടക്കുന്ന രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ അടിപൊളി ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് ഈ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 240 ml ഒരു കപ്പ് അളവിലുള്ള സേമിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വറുക്കാത്ത സേമിയാണ്. അപ്പോൾ വറുത്തതാണെങ്കിലും നമുക്ക് ഇതേപോലെ നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. എന്നാലും മാത്രമേ നമ്മളുടെ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കളറൊന്നും മാറിപ്പോവരുത്. അപ്പോൾ ചെറുതായിട്ട് ആ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ ഒരു 2.5 കപ്പ് അളവിലുള്ള വെള്ളമാണ് നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം ഒഴിക്കണമെങ്കിലാണ് കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്ക് ഈ സേമിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അത് ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്താൽ മതിയല്ലോ. അപ്പോൾ സേമിയ നല്ല രീതിയിൽ വെന്ത് വരണം. അപ്പോൾ ആയിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് ആവേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ സേമിയ വെന്ത് വരണം, എന്നാലേ ഉപ്പുമാവിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേണ്ടാന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പാകം അപ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് വെന്തോ ഇല്ല എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആ വെള്ളമൊക്കെ അങ്ങോട്ട് മാറ്റിക്കളയാം. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഈ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് നന്നായിട്ട് കഴുകി എടുക്കണം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഉഴുന്നിൻ്റെ കളറ് ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4-5 അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമ്മളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിലുള്ള ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അത് വെന്ത് വന്നോളും. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്, ഇത്ര മതി. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക്, അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ്, ഒരു 1/4 കപ്പ് ബീൻസ്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരല്പം ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു ഏകദേശം ഒരു 10 മിനിറ്റ്, അതിൽ കൂടണ്ട, അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നോളും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാരറ്റും ബീൻസൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള നാളികേരം ചിരകിയത്. ഇനി നമുക്കിതെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ നാളികേരം ഒരുപാട് നേരോട്ടൊന്നും വഴറ്റേണ്ട, ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന സേമിയ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ട, ഒട്ടും കുഴഞ്ഞു പോകാണ്ടാണ് നമുക്ക് സേമിയ വെന്ത് കിട്ടിയിരിക്കുന്നത്. കണ്ട, നല്ല ഒന്നും മുട്ടാത്ത രീതിയിൽ, ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിൽ, നല്ല വെതറി കിടക്കുന്ന രീതിയിലാണ് നമുക്ക് നമ്മുടെ ഉപ്പുമാവ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ച് ഒന്നും കൂടി ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കട്ടെ. അപ്പോൾ നമ്മളുടെ ചാനലിൽ ഇതുപോലുള്ള റെസിപ്പികളുണ്ട്. അപ്പോൾ ലാലിസ് ഹാക്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.